കായികമേളയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ലഹരിക്കെതിരായുള്ള പ്രതിരോധമാണ്. സംസ്ഥാന കായികമേള നടത്തിപ്പിനായി ബന്ധപ്പെട്ട് ഡോപ്പിംഗ് സംബന്ധമായ പരിശോധന നടത്തുന്നതിനും അവബോധം നൽകുന്നതിനും ബന്ധപ്പെട്ട കേന്ദ്ര ഏജൻസികൾക്ക് വിവരം നൽകിയിരുന്നു. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംഘാടക സമിതി ഒരുക്കിയിരുന്നു. എന്നാൽ പ്രസ്തുത ഏജൻസികൾ എത്തുകയുണ്ടായിട്ടില്ല. 100 മീറ്റർ 200 മീറ്റർ ഓട്ട മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ഒരു കുട്ടിക്കെതിരെ വയസ്സ് സംബന്ധമായ പരാതി ഉയർന്നിരുന്നു. ഇക്കാര്യത്തിൽ വകുപ്പ് തലത്തിലുള്ള അന്വേഷണം നടത്തി ഉചിതമായ നടപടി കൈക്കൊള്ളുന്നതാണ്. ഗ്രീൻഫീൽഡ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉൾപ്പെടെ അന്താരാഷ്ട്ര നിലവാരമുള്ള മത്സരവേദികളാണ് കുട്ടികൾക്കായി ഒരുക്കിയിരുന്നത്. ശക്തമായ കാലവർഷത്തിനിടയിലും അർത്ഥവത്തായ ഏകോപനത്തിലൂടെ മത്സരങ്ങൾ നടത്തുന്നതിന് സാധിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ, ട്രിവാൻഡ്രം കൊമ്പൻസ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻസ്, സ്പോർട്സ് കൗൺസിൽ, സ്പോർട്സ് ഡയറക്ടറേറ്റ് തുടങ്ങിയവരുടെ നിർലോഭമായ സഹകരണം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ എല്ലാ നിലയിലുള്ള പിന്തുണയും അതുപോലെ തന്നെ അതിൻ്റെ പ്രോത്സാഹനവും ലഭിച്ചിട്ടുണ്ട്. ആയുഷ്, സ്പോർട്സ്, ആയുർവേദ, അലോപ്പതി, ഹോമിയോ വിഭാഗം, ഫിസിയോതെറാപ്പിസ്റ്റ് വിഭാഗം തുടങ്ങിയ ആരോഗ്യവകുപ്പിൻ്റെ സംവിധാനങ്ങളെല്ലാം അക്ഷീണം പ്രവർത്തിക്കുകയും മേളയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട്. വേദികൾ ഹരിത പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതിനും ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി തിരുവനന്തപുരം നഗരസഭ, ഹരിത കർമ്മസേന, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി, വോളണ്ടിയർമാർ, ശുചീകരണ തൊഴിലാളികൾ തുടങ്ങിയവർ അക്ഷരാർത്ഥത്തിൽ ക്ഷീണം മറന്ന് പ്രവർത്തിച്ചത് മേളയ്ക്ക് ആവേശമായി. അടുത്ത വർഷം സംസ്ഥാന കായികമേള കണ്ണൂർ ജില്ലയിൽ വെച്ച് നടത്തുന്ന വിവരം ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഇന്ന് ഒരു നടപടിക്രമമുണ്ട്. ഇവിടെ ഉയർത്തിയ പതാക വിദ്യാഭ്യാസ ഡയറക്ടർ താഴ്ത്തുകയും വിദ്യാഭ്യാസ ഡയറക്ടർ ആ പതാക കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് കൈമാറുകയും ചെയ്തു.